സുർജിത്ത്, ഈ രാത്രി ഈ കടുവയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കണോ? തെരച്ചിൽ എത്ര സമയം വരെ തുടരാനാണ് ആലോചന? ഹഷ്മി, ഇരുൾ വീണിരിക്കുന്നു. സ്വാഭാവികമായും അത് ദൗത്യത്തെ സാരമായി ബാധിക്കുമെന്നുള്ളതാണ് പ്രതിസന്ധി. ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം വനത്തിനകത്ത് പരിശോധന നടത്തിയതാണ്. നടത്തിയ സംഘം അല്പസമയം മുമ്പ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. എന്തായാലും അവർ ഇവിടെ ക്യാമ്പ് ചെയ്തു തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. രാത്രിയിൽ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. വനമേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വീടുകൾക്കടുത്താണ് വൈകിട്ട് വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അത് ഒരാളല്ല കണ്ടത്, അനവധി പേർ കണ്ടു എന്നുള്ളതാണ്. 2 വീടുകളിലുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ കണ്ടു എന്നുള്ളത് ഷാനവാസും നൌഫലും ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഇവിടെ ഭയാശങ്ക ഏറുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും ചില നിർണായകമായ തീരുമാനങ്ങളിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ഈ കടുവയെ വെടിവെച്ച് പിടികൂടും എന്നുള്ള തരത്തിലേക്ക് തന്നെയുള്ള തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളും SOP പ്രകാരം, അതായത് ഇതുമായി ബന്ധപ്പെട്ടൊരു ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വനംവകുപ്പിന് മുന്നോട്ട് പോകാനാകൂ. ആ തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. എന്തായാലും ആ നീക്കം വനംവകുപ്പ് നടത്തുകയാണ്. ഇവിടെ കൂടുതൽ RRT സംഘങ്ങൾ, നിലമ്പൂരിൽ നടക്കമുള്ള RRT സംഘങ്ങൾ ഇവിടേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാത്രിയിലുള്ള ഈ കോമ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നീക്കം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മേഖലയെ കേന്ദ്രീകരിച്ച് വലിയ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നരഭോജി കടുവയാണ്. സ്വാഭാവികമായും അത് വീണ്ടും ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ അത് വലിയ ആശങ്കയാകും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നുള്ള നടപടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. SP-യുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ SP വിശദീകരിക്കുന്നത് ആളുകൾ പുറത്തിറങ്ങാതെ ഈ കർഫ്യൂവിനോട്, അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ പ്രഖ്യാപനത്തോട് നീതി പുലർത്തണമെന്നുള്ള ആവശ്യമാണ് SP ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് SP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും രാത്രിയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഡോക്ടർ അരുൺ സക്കറിയ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ആളുകളെ സംബന്ധിച്ച് ആശങ്കയേറുന്നു. ആശങ്ക ഏറാനുള്ള കാരണം വീണ്ടും ഈ കടുവ ഇവിടെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പ്രദേശവാസി ഷാനവാസിന്റെ വീടിനടുത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്നു. അപ്പൊ ഈ മേഖലയിൽ തന്നെ വളരെ സജീവമായി ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അതിനെ പിടികൂടാൻ കഴിയുന്നില്ല? അമരക്കുനിയിൽ നമ്മൾ കണ്ടതുപോലെ 10 ദിവസത്തേക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും ആളെ പിടിക്കുമോ, മനുഷ്യനെ പിടിക്കുമോ എന്ന അവിടുത്തെ ആൾക്കാരുടെ ഭീതി, ആശങ്ക, അത് ന്യായീകരിക്കത്തക്ക ആശങ്ക തന്നെയാണ്.